ഇന്ന് നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ തിരുമല മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രസിദ്ധമായ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലാണ്. ഭക്തിയും വിശ്വാസവും ആത്മസമാധാനവും ഒരുമിക്കുന്ന ഒരു പുണ്യഭൂമി. ദിവസേന ലക്ഷക്കണക്കിന് ഭക്തർ ശ്രീനിവാസനെ ദർശിക്കാനെത്തുന്ന ഈ ക്ഷേത്രത്തിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന നാമജപം മുഴങ്ങുന്ന അന്തരീക്ഷം മനസ്സിനെ അതീവ ശാന്തമാക്കുന്നു. തിരുപ്പതി യാത്രയെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാക്കുന്നു. ഈ വ്ലോഗിൽ തിരുപ്പതിയിലെ ദർശനാനുഭവങ്ങളും വഴിയാത്രയും ക്ഷേത്ര പരിസരത്തിലെ വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇത് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്ക് ഭക്തർ കാൽനടയായി എത്തുന്നതിനുള്ള ശ്രീവാരിമേട്ടു ആലിപിരി പാതയിലെ പടവുകളാണ്. പച്ചപ്പാൽ നിറഞ്ഞ കാടിനുള്ളിലൂടെ നീളുന്ന ഈ പടവുകൾ ഭക്തിക്ക് സമർപ്പിച്ച ഒരു പരിശുദ്ധ യാത്രയുടെ ഭാഗമാണ്. വഴിയാകെ മേൽക്കൂരയോടെ സുരക്ഷിതമായി ഒരുക്കിയിരിക്കുന്ന പാതയിൽ കൈപ്പിടികൾ, വിശ്രമസ്ഥലങ്ങൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഗോവിന്ദ ഗോവിന്ദ എന്ന നാമജപങ്ങളോടെ ലക്ഷക്കണക്കിന് ഭക്തർ ദിനംപ്രതി കയറുന്ന ഈ പടവുകൾ ശരീരപരമായ പരിശ്രമത്തിനൊപ്പം ആത്മീയ ശുദ്ധീകരണവും സമ്മാനിക്കുന്ന ഒരു അനുഭവമാണ്. തിരുപ്പതിയിൽ ദേവസ്വത്തിന്റെ ആന ഭക്തരുടെ തലയിൽ സ്നേഹത്തോടെ തുമ്പികൈ വച്ച് അനുഗ്രഹം നൽകുന്നത് ഏറെ വിശ്വാസത്തോടെയും ഭക്തിയോടെയും കാണുന്ന ഒരു കാഴ്ചയാണ്. ഭക്തർ നമസ്കരിച്ച് തലകുനിക്കുമ്പോൾ ആന നൽകുന്ന ഈ അനുഗ്രഹം ആരോഗ്യം, ഐശ്വര്യം, മനസ്സമാധാനം എന്നിവയ്ക്ക് കാരണമാകുമെന്ന് വിശ്വാസം. പവിത്ര സ്നാനതീർത്ഥമാണ്. മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ശുദ്ധജലം നിറഞ്ഞ ഈ കുളത്തിൽ ഭക്തർ വിശ്വാസത്തോടെയും ഭക്തിയോടെയും സ്നാനം ചെയ്യുന്നു. പാപമുക്തിയും ആത്മശുദ്ധിയും ലഭിക്കും എന്ന വിശ്വാസമാണ് ഇവിടെ എത്തുന്നവരെ ആകർഷിക്കുന്നത്. പ്രകൃതിയുടെ സാന്നിധ്യവും ദൈവഭക്തിയും ഒന്നിച്ചു ചേരുന്ന ശാന്തമായ ഒരു ദൃശ്യമാണിത്. ഗോവിന്ദ ഗോവിന്ദ. ആന്ധ്രാപ്രദേശിലെ തിരുമല മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദൈവാലയം കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസ കേന്ദ്രമാണ്. ദൂരെ നിന്ന് തന്നെ അനുഭവപ്പെടുന്ന ആത്മീയത, ഗോവിന്ദ ഗോവിന്ദ എന്ന നാമജപം, പടികളിലൂടെ നടക്കുന്ന ഭക്തരുടെ അചഞ്ചലമായ ഭക്തി, ഇവയെല്ലാം തിരുപ്പതിയെ അതുല്യമാക്കുന്നു. ദർശനത്തിനുള്ള കാത്തിരിപ്പ് നീണ്ടതാണെങ്കിലും ആ കാത്തിരിപ്പിന്റെ ഓരോ നിമിഷവും ഒരു അനുഗ്രഹം പോലെയാണ്. ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ ദർശനം ലഭിക്കുന്ന ആ നിമിഷം എല്ലാ ക്ഷീണവും മറന്നുപോകും.